അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഫിഷിങ്ങിന് പോയിട്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയാത്ത സംഭവമാണ് ഈ ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞണ്ടിൻ്റെ എല്ലാ കാലുകളും എന്ത് ചെയ്യുക, കട്ട് ചെയ്തങ്ങ് ഒഴിവാക്കുക. ചറ പറ കട്ട് ചെയ്യുക. അങ്ങനെ കാലുകളൊക്കെ കട്ട് ചെയ്ത് ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ പീസ് വരും. ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ കിട്ടുന്നൊരു സാധനം, അതെടുത്തിട്ട് നമ്മളിങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലുള്ള കട്ടിയുള്ള തോടുണ്ടല്ലോ, ഈ കട്ടിയുള്ള തോട് ഇങ്ങനെ പൊളിഞ്ഞു പോകും. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, മൊത്തമായിട്ട് ഒഴിവാക്കേണ്ട സാധനമാണ്. ഓക്കെ. പിന്നെ നമുക്കിവിടെ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മീനിൻ്റെ ചെകള പോലെയുള്ള സാധനങ്ങൾ ഒരു ലേശം കാല് പോലെ തന്നെ, ഈ കാല് പോലെയുള്ള സാധനം മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വലിച്ചിട്ട് കളയണം. ഇതിൻ്റെ വേസ്റ്റാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യില്ല കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിങ്ങനെ റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സെൻറ്ററിലാണ് ഇതിൻ്റെ വേസ്റ്റ് കിടക്കുക. ഈ സെൻറ്ററിൽ നമുക്കിങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ക്ലീൻ ആക്കിയിട്ട് ലേശം വെള്ളത്തിൽ മുക്കുക, നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്കിതിവിടെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് വരിക, നല്ല ക്ലീൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും മാംസമുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ കാല്. ആ കാല് എന്ത് ചെയ്യുക, ഇങ്ങനെ നമുക്ക് വല്ല സീസർ എന്തെങ്കിലും വെച്ചിട്ട് കൈ കൊണ്ട് ഒടിക്കുകയോ സീസർ കൊണ്ട് കട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മൊത്തം നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മെയിൻ ഫ്ലഷ് ഉള്ളത്. അങ്ങനെ ഓരോ കാലുകളും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ ക്രാബിൻ്റെ ക്ലീനിങ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ടച്ചിട്ട നമ്മളെ ക്രാബ് നന്നാക്കിയത്. ഓക്കെ.